ഹായ് ഗെയ്സ്, ഇന്ന് കുറച്ച് ചെടി വിശേഷങ്ങളാണ്. ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണ്. രാവിലെ വെറുതെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വീഡിയോ പിടിച്ചേക്കാമെന്നൊക്കെ വിചാരിച്ചു. അമ്മയുടെ ഒരു കൊച്ചു പൂന്തോട്ടമുണ്ട് മുറ്റത്ത്. ചിച്ചു അമ്മ ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ തന്നെയാണ് കളിക്കുന്നതൊക്കെ. ഇവിടുത്തെ ഫുൾ പൂക്കളും പറിച്ചിട്ടേ ചിച്ചുവിന് സമാധാനമുള്ളൂ. മുറ്റത്ത് കൂടുതലും ശംഖുപുഷ്പവും കൊങ്ങിണിയും തുളസിയും ഒക്കെയാണ് ഉള്ളത്. കുറച്ച് മണി ചെടികളാണിത്. പല പത്തുമണി കൊണ്ട് വെച്ചിരുന്നു, പക്ഷേ ഇപ്പം ലാസ്റ്റ് മഞ്ഞ 10 മണി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം രാവിലെ 7 മണിയാകുമ്പോഴത്തേനും ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും വാടി പോവുകയും ചെയ്യും. നീല ശംഖുപുഷ്പമാണ് മുറ്റത്ത് കൂടുതലും നിൽക്കുന്നത്. 1-2 തൈയേ ഉള്ളായിരുന്നു. പിന്നെ അതിൽ നിന്ന് കാ വീണ് അങ്ങനെ കുറേ ചെടികളായി. മുറ്റത്ത് നിറച്ച് നീല ശംഖുപുഷ്പമാണ്. ഇത് വെച്ച് ചായയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല രസമുണ്ട് ഇതിങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ ഈ മഞ്ഞച്ചെടി ഇത് അമ്മ എവിടുന്നോ കൊണ്ടുവച്ചതാ. പക്ഷെ നല്ല രസമുണ്ട് ഈ പൂക്കളൊക്കെ കാണാനും ഒക്കെ. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഈ മഞ്ഞപ്പൂക്കൾ കാണാൻ നല്ല രസമുണ്ട്. ഈ ചെടിയിൽ എന്നും പൂക്കളുണ്ടായിരിക്കും ഇപ്പം. പിന്നെ ഉള്ളത് കൊങ്ങിണിയാണ്. കൊങ്ങിണികൾ പല കളറിലുണ്ട്. മഞ്ഞയുടെ പല ഷെയ്ഡുണ്ട്. ഓണ സമയത്താണ് ഈ കൊങ്ങിണി കൂടുതലും പൂക്കുന്നത്. അപ്പോൾ അത്തപ്പൂക്കൾ ഇടാനും ഒക്കെ നമ്മൾ കൂടുതലും ഈ കൊങ്ങിണി പൂക്കൾ തന്നെ എടുക്കുന്നത്. മുറ്റത്തെ പൂക്കൾ പറിച്ച് തന്നെ ഒരു കുഞ്ഞ് അത്തപ്പൂക്കൾ ഇടാനുള്ള പൂ കിട്ടാറുണ്ട് എല്ലാ പ്രാവശ്യവും. പക്ഷേ കൊങ്ങിണിയിലൊക്കെ ഇപ്പോഴും പൂവുണ്ട്. അതൊക്കെ അമ്മ ഇപ്പോഴും ഒഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് 1-2-3 ഷെയ്ഡുണ്ട്. എന്നാലും കൂടുതൽ ഈ മഞ്ഞ, കടും മഞ്ഞ കളറിലെ കൊങ്ങിണി പൂക്കളാണുള്ളത്. പിന്നെ റോസ 1-2 മുഴേ ഉള്ളൂ. പക്ഷേ എന്നാലും അതിനകത്ത് ഇങ്ങനെ റോസാപ്പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. അതിനൊരു പ്രത്യേക മണമല്ലേ. അതിങ്ങനെ മണത്ത് നോക്കാറുണ്ടോ നിങ്ങൾ? നല്ല മണമല്ലേ. രാവിലെ അമ്പലത്തിൽ പോകുന്നവർ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകാറുണ്ട്. അമ്പലത്തിൽ രാവിലെ അടുത്ത് തന്നെ ഒരു ദുർഗാക്ഷേത്രമുണ്ട്. അപ്പം രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകും. ചിച്ചു വന്നാൽ പിന്നെ അവർക്ക് കിട്ടാറില്ല. ചിച്ചു ആണ് എൻ്റെ ആള്. പിന്നെ ശംഖ് കളർ പുഷ്പമുണ്ട്. പിന്നെ കളർ അത് ഞാൻ പീഡിയില്ല. കളറിലെ പുഷ്പം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടെ നല്ല ഭംഗി നീല ശംഖുപുഷ്പം കാണാനാണ്. ഇത് കലമ്പട്ടിയാണ്. ഇത് ആദ്യത്തെ ഒരു തൈ ഞാൻ കൊണ്ടുവച്ചതാണ്. പിന്നെ അമ്മ ഇവിടുന്ന് 1-2 തൈയും കൂടെ കൊണ്ടുവച്ചു. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വളർന്ന് ഒരു ചെറിയൊരു മരത്തിൻ്റെ അത്രയും പൊക്കമാവുകയും ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്തു. എന്നും ഉണ്ട് ഒരുപാട് പൂക്കൾ. ഇതിപ്പോൾ വാടിപ്പോയി. ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഈ പൂക്കൾ വാടിപ്പോയി. പക്ഷെ രാവിലെയാണ് ഇത് കാണാൻ നല്ല ഭംഗി. നമ്മുടെ പ്രദേശത്ത് ഇപ്പോഴാണ് ഈ പൂക്കളൊക്കെ കണ്ടു തുടങ്ങിയത്. പണ്ടിത് വയലിലും ഒക്കെ നിൽക്കുന്ന കലമ്പട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ വീടുകളിലെല്ലാം ഇത് വീണ്ടും വെച്ചു തുടങ്ങി. നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാനിത് കൊണ്ടുവന്നത്.
കുറച്ച് ചെടികൾ മാത്രമേ ഇന്ന് വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ബാക്കി ചെടികളൊക്കെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വീഡിയോ പിടിച്ച് ഇടുന്നതായിരിക്കും. അതുകൊണ്ട് പിള്ളേർക്ക് നല്ല രസം മുറ്റത്തൊന്ന് കളിക്കാനും ഒക്കെ. നിറച്ച് പൂക്കളാണ് ഇപ്പോൾ എപ്പോൾ നോക്കിയാലും. നല്ല രസമുണ്ട്. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.